നേരം അതിരാവിലെയാണ്. പാടത്ത് ഉണങ്ങിയ ചീത്തയായ ചെടികൾ ഉണ്ടായിരുന്നു. ആര്യനും ആര്യന്റെ അച്ഛനും മനസ്സ് വെറുത്ത് വിഷമിച്ചു നിന്നു. ആര്യന്റെ അമ്മയുടെ കണ്ണിൽ വിഷമം നന്നായി കാണാമായിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ കൃഷിയെല്ലാം ഇങ്ങനെ നശിച്ചു പോയല്ലോ. വർഷം മുഴുവൻ അധ്വാനിച്ചത് വീണായി പോയല്ലോ. ഇപ്പോൾ കുടുംബത്തിനെ എങ്ങനെ നടത്താനാ? അച്ഛാ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ നഗരത്തിലേക്ക് പോകുന്നു. അവിടെ തീർച്ചയായും ഏതെങ്കിലും ഒരു ജോലി കിട്ടും. നീ നിന്റെ മകനെ നഗരത്തിലേക്ക് അഴിച്ചുവിടാൻ പോകുന്നെന്ന് കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കൂ. അവിടെ ചെന്നാൽ പിള്ളേർ മാറിപ്പോകും. എൻ്റെ മകൻ അങ്ങനെ ഒന്നും അല്ല. ഞാൻ അവന് നല്ല മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? നോക്കാം. അടുത്ത ദിവസം ആര്യൻ വെറും പോക്കറ്റോടെ പിന്നെ വിശ്വാസത്തോടെ ബസ്സിൽ നിന്നും ഇറങ്ങി. കുറച്ചു ദിവസം ജോലി അന്വേഷിച്ചതിനു ശേഷം അവനൊരു കൊറിയൻ റെസ്റ്റോറന്റിൽ ജോലി കിട്ടി. സൂക്ഷിച്ചിരിക്കണം ചക്ക. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിന്നെ പണിയിൽ നിന്നും പുറത്താക്കും. ശരി സാർ. അവിടെ തന്നെ കൊറിയൻ പെണ്ണ് സുറിയനും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവളൊരു പാവപ്പെട്ട കുട്ടിയും അനാഥയുമാണ്. റെസ്റ്റോറന്റിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആര്യൻ ശ്രദ്ധിച്ചു, മുതലാളി കാരണമില്ലാതെ സുറിയനെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ അറിയുമോ? ഇല്ലേ? സാർ, നിങ്ങൾ എന്തിനാ ഈ പെണ്ണിനെ ഇങ്ങനെ ചീത്ത പറയുന്നത്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എതിർത്ത് സംസാരിക്കും. പുറത്ത് പോയി ഇവിടെ നിന്ന്. അദ്ദേഹം ആര്യനെയും സൂര്യനെയും ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. റെസ്റ്റോറന്റിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സൂര്യൻ വളരെ വിഷമത്തോടെ ആര്യനോട് എന്തു പറഞ്ഞെന്നാൽ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാനൊരു അനാഥയാണ്. എനിക്ക് താമസിക്കാൻ സ്ഥലം പോലുമില്ല. അവിടെ താമസിക്കാൻ സ്ഥലവും ആഹാരമെങ്കിലും കിട്ടിയിരുന്നു. ഞാനുണ്ടല്ലോ. നീ എൻ്റെ കൂടെ എൻ്റെ ഗ്രാമത്തിലേക്ക് വാ. നിന്റെ ഗ്രാമത്തിലെ ജനങ്ങൾ എന്നെ അംഗീകരിക്കില്ല. ഞാനൊരു കൊറിയനാണ്. പിന്നെ ഇത് ഇന്ത്യയാണ്. ജനങ്ങൾ നമ്മളെ നോക്കി വ്യത്യസ്തമായി സംസാരിക്കും. എവരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അതിന് ഉത്തരം ഞാൻ പറയും. ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നു. എന്നെ കൊണ്ട് നിന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. സൂര്യൻ ആര്യനെ വിശ്വസിച്ച് അവനെ കല്യാണം കഴിച്ചിട്ട് അവനോടൊപ്പം ഗ്രാമത്തിലേക്ക് ചെന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ദൂരെ നിന്നും ആര്യനും സൂര്യനും വരുന്നത് കണ്ടു. ചേടാ, ആര്യൻ നഗരത്തിലിருந்து തിരിച്ചു വരുന്നു. വരുമ്പോൾ കൂടെ തന്നെ ഒരു വിദേശ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. കണ്ടില്ലേ? അവന്റെ മകൻ നല്ല മര്യാദയുള്ള മകൻ എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, കൊറിയൻ മരുമകളിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആര്യന്റെ അമ്മയും അച്ഛനും വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു. അവരുടെ മുഖം ആകെ വിഷമത്തിലായി. ആര്യനും സൂര്യനും അവരുടെ മുൻപിൽ ചെന്ന് നിന്നു. മോനെ, നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ആഹാരത്തിന് പോലും വഴിയില്ല. നിന്നെ കൊണ്ട് അധ്വാനിച്ച് 1 രൂപ കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളോട് പറയാതെ കല്യാണം കഴിക്കാൻ നിനക്ക് സമയമുണ്ടായിരുന്നു അല്ലേ? അതും ഒരു കൊറിയൻ പെണ്ണിനെ. സൂര്യൻ ഇതൊക്കെ കേട്ട് ആകെ വിഷമത്തിലായി. സമയം രാത്രിയായി. ആര്യനും സൂര്യനും വീടിന്റെ വടക്കു വശത്ത് ഇരിക്കുകയായിരുന്നു. ആര്യൻ വിഷമത്തോടെയായിരുന്നു. എന്താ ചെയ്യുമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പണിയും ഇല്ല, ഇപ്പോൾ പണവും ഇല്ല. നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഞാനൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. എന്താണ്? ഞാൻ കൊറിയയിലായിരുന്നപ്പോൾ എന്റെ അമ്മ വളരെ രുചികരമായ റാമൻ നൂഡിൽസ് ചെയ്യുമായിരുന്നു. ഞാൻ അവരിൽ നിന്നും അത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഈ ഗ്രാമത്തിൽ റാമൻ നൂഡിൽസ് വിറ്റുകൂടാ? പക്ഷേ ഗ്രാമത്തിലുള്ള ആൾക്കാർ റാമൻ നൂഡിൽസ് കളിക്കില്ലല്ലോ. നല്ല രുചിയുള്ള ഭക്ഷണമാണെങ്കിൽ എന്തു വേണമെങ്കിലും വിറ്റുപോകും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ചെയ്യണം. പക്ഷേ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് കുറേ പണം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് 1 രൂപയ്ക്ക് വിൽക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെ 1 രൂപയ്ക്ക് വിറ്റ് നമ്മൾ എന്ത് സമ്പാദിക്കും? ദേ നോക്കൂ, ഞാൻ കണക്കിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് റാമൻ നൂഡിൽസ് 10 രൂപ. പിന്നെ അതിൽ 5 ചെറിയ ബോൾസ് നമുക്ക് നൽകാനാകും. എന്ന് വെച്ചാൽ ഒരു ബൗളിന്റെ ചെലവ് 2 രൂപയാണ്. എന്ന് വെച്ചാൽ 1 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് നഷ്ടമല്ലേ സംഭവിക്കും? അതെ, പക്ഷെ ജനങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഒരുപാട് വാങ്ങിക്കാൻ തുടങ്ങും. പിന്നെ ഓരോ ബൗളിലും കുറച്ച് വേവിച്ച മുട്ട, കുറച്ച് ഉള്ളി, പിന്നെ മസാലയിട്ട് നല്ല ടേസ്റ്റായി ചെയ്യാം. അങ്ങനെ ജനങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇത് ഒരുപാട് ഇഷ്ടമാകും. ഒരു പക്ഷേ ഗ്രാമത്തിലെ ആൾക്കാർ ഇത് ദിവസവും കഴിക്കാൻ തുടങ്ങിയാൽ ദിവസവും നമുക്ക് 100 രൂപ കിട്ടും. പിന്നെ ഇത് കഴിക്കാനായി ദൂരെ നിന്നും ആളുകൾ വന്നാൽ കൂടുതൽ കാശ് കിട്ടും നമുക്ക്. പക്ഷേ നമ്മൾ ഈ ചെറിയ വ്യാപാരം തുടങ്ങണമെങ്കിലും അതിന് നമുക്ക് തീർച്ചയായും കാശ് വേണമല്ലോ. സൂര്യൻ ഉടനെ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ ഊരി ആര്യന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇതെന്റെ അമ്മ എനിക്ക് സമ്മാനമായി തന്നതാണ്. ഇത് നീ വിൽക്ക്. ഇതിൽ നിന്നും എത്ര കാശ് കിട്ടുന്നോ അതുപയോഗിച്ച് നമുക്ക് വ്യാപാരം തുടങ്ങാം. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് നിന്റെ അമ്മയുടെ ഓർമ്മയാണ്.
നീ എന്റെ ഭർത്താവാണ്. നിന്നെക്കാളും എനിക്കിത് വലുതല്ല. ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് വിജയിച്ചാൽ ഇതുപോലെ പുതിയതൊരെണ്ണം നമുക്ക് വാങ്ങിക്കാമല്ലോ. ആര്യന് തന്റെ ഭാര്യ പറഞ്ഞ കാര്യം ഒരുപാട് ഇഷ്ടമായി. അടുത്ത ദിവസം ആ ചെയിന് മാർക്കറ്റിൽ വിറ്റ് കുറച്ച് കാശ് കൊണ്ടുവന്നു. ഗ്രാമത്തിന്റെ മധ്യത്തിൽ ഒരു ചെറിയ മരക്കട അവർ നിർമ്മിച്ചു. ആ കടയിൽ ഒരു ബോർഡ് തൂക്കിയിരുന്നു. കൊറിയൻ മരുമകളുടെ രാമൻ ഇപ്പോൾ 1 രൂപയ്ക്ക്. ഇത് എന്താ കളിയാണ്? ഇത്രയും കുറച്ച് രൂപയ്ക്ക് എവരാണ് വിൽക്കും? എന്താ ഇത്? കണ്ടില്ലേ, മര്യാദയുള്ള മകന്റെ മര്യാദയുള്ള മരുമകളുടെ കളീനെ ഗ്രാമത്തിൽ വന്ന് വിചിത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സൂര്യൻ അടുപ്പിൽ ഒരു പാത്രത്തിൽ രാമൻ നൂഡിൽസ് ചെയ്തത്. അതിന്റെ മണം കാറ്റത്ത് പരന്നു. കൊല്ലാമല്ലോ, അവിടെ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. സൂര്യൻ ഒരു ചെറിയ പാത്രത്തിൽ രാമൻ നൂഡിൽസ് എടുത്തു വെച്ചു. ആദ്യത്തെ കസ്റ്റമറിന് അത് നൽകി. ഷേടാ, ഇത് നല്ല രുചിയായിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഒരുപാട് ആളുകൾ ലൈനിൽ വന്ന് നിന്നു. എല്ലാരും 1 രൂപയ്ക്ക് രാമൻ വാങ്ങാൻ തുടങ്ങി. കുറച്ചാഴ്ചകൾക്ക് ശേഷം കടയുടെ മുൻപിൽ ഒരുപാട് ആളുകൾ നിന്നു. ഗ്രാമത്തിന് പുറത്തു നിന്നൊക്കെ ആളുകൾ വന്നു. നഗരത്തിൽ നിന്ന് പോലും ഇവിടെ കഴിക്കാൻ ആളുകൾ വരുന്നെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ന്യൂസ് പേപ്പറിലും ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു ദിവസത്തിന് ശേഷം ഒരു റിപ്പോർട്ടർ നോട്ട് എടുക്കുകയായിരുന്നു. ഗ്രാമത്തിലുള്ള കൊറിയൻ മരുമകൾ അവളുടെ അധ്വാനം കൊണ്ട് ഒരു ചെറിയ രാമൻ നൂഡിൽസ് സ്റ്റാൾ ഓപ്പൺ ചെയ്ത് മുഴുവൻ ഏരിയാവിലും ഫേമസ് ആയി പോയി. വെറും 1 രൂപയ്ക്ക് രാമൻ നൂഡിൽസ് തന്ന് അവർ അവരുടെ ബിസിനസ്സിന് ഒരു പുതിയ അടയാളം നൽകിയിട്ടുണ്ട്. കുറച്ചു ദിവസത്തിനു ശേഷം ഗ്രാമത്തിൽ ഒരു വലിയ റെസ്റ്റോറന്റ് തന്നെ ഉണ്ടായി. കൊറിയൻ മരുമകളുടെ രാമൻ. തലവൻ ഗ്രാമത്തിലെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് റെസ്റ്റോറന്റിനകത്തേക്ക് വന്നു. ഇവിടെ നോക്കുമോനെ, ഞാൻ നിന്നെ ഒരുപാട് കളി ചെയ്തിട്ടുണ്ട്. പിന്നെ മരുമകളിനെയും മര്യാദയില്ലാതെ സംസാരിച്ചു. ഞങ്ങളെ ക്ഷമിച്ചേക്ക്, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കിയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നേറണമെന്ന് അധ്വാനം തോന്നിയത്. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും റെസ്റ്റോറന്റിൽ നിന്നും പുറത്തുപോയി. രാമൻ തന്റെ പോക്കറ്റിൽ നിന്നും തന്റെ ഭാര്യയുടെ ചെയിൻ എടുത്ത് അവളുടെ കയ്യിൽ നൽകിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇതാ നിന്റെ അമ്മയുടെ ഗിഫ്റ്റ്. ഞാൻ ഇതിനെ എത്ര കാശിക്ക് വിറ്റത് അതിനേക്കാളും 3 മടങ്ങ് കാശ് തന്നാണ് ഇത് വാങ്ങിയത്. ആര്യന്റെ ഭാര്യ വീണ്ടും തന്റെ അമ്മയുടെ ഗിഫ്റ്റ് കഴുത്തിലണിഞ്ഞു. നീ ആലോചിച്ചോ, 1 രൂപയ്ക്ക് വിൽക്കുന്ന രാമൻ നമ്മളുടെ ജീവിതം മാറ്റുമെന്ന്? അധ്വാനവും വിശ്വാസവും ഉണ്ടെങ്കിൽ എന്തും സാധിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി.